ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും DGP സാറിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സർ, നാളിതുവരെ ഞാൻ ഒരു വിക്റ്റിമായ ഒരു വ്യക്തി വന്ന് പബ്ലിക്കിലൊരു വീഡിയോ ആവട്ടെ, പോലീസ് സ്റ്റേഷനിലാവട്ടെ, ഓപ്പറേഷൻ തൂഫാനായിട്ടുള്ള അവരുടെ കോണ്ടാക്റ്റിലാവട്ടെ, ഇതിലെല്ലാം ഞാൻ വിളിച്ച് ഒരു വിക്റ്റിമായ ഒരു വ്യക്തി വിളിച്ച് തെളിവ് സഹിതം കേരളത്തിലെ നമ്പർ 1 വനിതാ ഡീലറായ ദിയാസനയ്ക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. നാളിതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. സജന ഫിറോസ് ഖാൻ, പിന്നെ നമ്മുടെ റസുൽ പൂക്കുറ്റി, ദിയാസന, ഇവരുടെ ഒരു പുതിയ യൂണിവേഴ്സ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിറോസ് ഖാൻ, അതായത് പുള്ളിക്കാരൻ്റെ ഭാര്യ, അതായത് ഇപ്പോൾ നിലവിൽ എക്സ് ഭാര്യയുടെ, അതായത് സജന ഫിറോസിന് ഒരു അവിഹിതമുണ്ട് എന്ന് പറഞ്ഞു, റസുൽ പൂക്കുറ്റിയായിട്ട് ഒരു അവിഹിതമുണ്ടെന്ന് പറഞ്ഞു ആദ്യം പുള്ളിക്കാരൻ ഒരു മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആരും അത് വിശ്വസിച്ചില്ല. അതായത് ഈ പുള്ളിക്കാരൻ നോർമലി തള്ളുന്ന പോലെ തള്ളുകയാണ്, പുള്ളിക്കാരൻ ഭയങ്കര ടോക്സിക്കാണ്, ആ രീതിയിലാണ് എല്ലാവരും ചിന്തിച്ച് വെച്ചത് ആദ്യം. പിന്നെ സജന ഫിറോസിൻ്റെ അക്കൗണ്ടിൽ കൂടെ തന്നെ ഒരു പോസ്റ്റ് റിവീൽ ചെയ്തിട്ടാണ് 9 വീക്സ് എന്ന് പറഞ്ഞിട്ട് 9 വീക്സോ 6 വീക്സ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഡിലീറ്റ് ചെയ്തു പുള്ളിക്കാരി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ അക്കൗണ്ട് അത് ഹാക്ക് ചെയ്തു, അത് ആരോ ഇങ്ങനെ പുറത്ത് വിട്ടാന്ന് പറഞ്ഞ് ഭയങ്കര ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പെൺകുട്ടിയാണ് അത് റിക്കവർ ചെയ്ത് കൊടുത്തതെന്നും പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരി. എന്നിട്ട് ആ പെൺകുട്ടി ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് ഹാക്കിങ്ങും ഇതൊന്നും കാര്യമായിട്ടൊന്നും അറിയത്തില്ല, ഞാൻ ചുമ്മാ പാസ്വേഡ് ഒന്ന് റീസെറ്റ് ചെയ്തു, ഒന്ന് നോക്കിയപ്പോഴത്തേക്കും സാധനം അക്കൗണ്ട് കൈ കിട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പരിചയത്തിലുള്ള ആരോ തന്നെ അത് ലീക്കാക്കിയതാണ്, എന്നിട്ട് ഹാക്കായെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളം പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സജന ഫിറോസിൻ്റെ കുഴി തോണ്ടി ഒരു പരിവാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ദിയാസനയും ഇപ്പോൾ ഈ കേസിൽ വന്നിരിക്കുകയാണ്. എന്താ സംഭവം നമുക്ക് കാണാം. അതിന് മുമ്പ് സജന ഫിറോസിൻ്റെ വീഡിയോ ഫസ്റ്റ് ഒന്ന് കാണാം നമുക്ക്. അതുകൂടാതെ ഇപ്പോൾ എൻ്റെ പേരിലും കുറേ അലിഗേഷൻ വരുന്നുണ്ട്, ഞാനും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. സർ, എന്നെയും പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് എനിക്ക് വേറൊരു മാർഗമില്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സാറിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ ഞാനൊരു വിക്റ്റിമാണ്. എൻ്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15 കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് ദിയാസനയും വേറൊരു പയ്യനും കൂടി ഈ MDM യൂസ് ചെയ്തത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് വല്ലാത്ത അവസ്ഥയിൽ നിന്നും അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാതെ എങ്ങനെങ്കിലും ഇവരെ പറഞ്ഞയച്ചാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നിന്നപ്പോൾ പോലും എന്നെയും നിർബന്ധിച്ചു. എൻ്റെ കൂടെ ബിഗ് ബോസ് താരമായിട്ടുള്ള കുറച്ച് അവരെയും നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. അന്ന് അങ്ങനെ അങ്ങ് പോയി അവർ. അതിനുശേഷം വീണ്ടും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് കുറച്ച് പേര് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെതിരെ ഞാൻ എതിർത്തത് കൊണ്ട് പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് ദേഷ്യവും എൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോസും വോയിസ് റെക്കോർഡും എല്ലാം വെളിയിലിട്ട് ഇത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുമെന്നുള്ള കുറെ ഭീഷണിയുമായിട്ടാണ് അവർ വന്നത്. അതായത് ദിയാസന എന്ന് പറഞ്ഞ ആള് വലിയൊരു MDMA കച്ചവടക്കാരി തന്നെയാണ്, അത് വലിയൊരു ഡീലർ തന്നെയാണെന്ന് പുള്ളിക്കാരി പറയുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് ദിയാസന ഒരു റെസ്പോണ്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം. അപ്പോൾ നിങ്ങളോട് എല്ലാവരും പറയുന്നത് വെച്ചാൽ ഞാൻ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഏത് മീഡിയകൾ വന്നു കഴിഞ്ഞാലും റസുൽ പൂക്കുട്ടിയും സജനയുമായിട്ടുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റികളെ സംബന്ധിക്കുന്ന രേഖകൾ കൈമാറുന്നതാണ്. അതുപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസും കൂടി ഞാൻ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം എന്തായിരുന്നു ആ വിഷയം എന്നുള്ളത്. പിന്നെ സജനോട് മാത്രമായിട്ട് ഒരു കാര്യം പറഞ്ഞു. സജന കേസ് കൊടുത്തതിന് അപ്പോൾ സഹകരിച്ച് സജന വീട് മാറി ഗേറ്റും പൂട്ടിയിട്ട് പോയി വേറെ സ്ഥലത്ത് ഒളിച്ചിരിക്കാതെ സജന അന്വേഷിച്ച ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേസുമായി ബന്ധപ്പെട്ട്. സജന ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യൂ, തൽക്കാലം ഇതൊന്നും നീ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ആ വഴിക്ക് നീങ്ങിക്കോളും. അപ്പം ഞാൻ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇടുന്നതല്ല. യെസ്, ബ്യൂട്ടിഫുൾ. അതായത് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞതിന് ശേഷം വീഡിയോ ഇട്ടതിന് ശേഷം പുള്ളിക്കാരി വീട്ടിൽ നിന്ന് മുങ്ങി. അതായത് പോലീസുകാർ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല, പിന്നെ എങ്ങനെ ടെസ്റ്റ് ചെയ്യുക? ശിവ റോങ്, ദിസ് ഇസ് റാങ്. അത് വളരെ തെറ്റാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിറോസ് ഖാന് ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു കാര്യം ഇട്ടപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ശരിക്കും പറഞ്ഞാൽ ഫിറോസ് ഖാൻ്റെ ഇമേജ് ഒന്ന് ഭയങ്കരമായിട്ടൊന്ന് ഇതാക്കണമെന്നുണ്ടായിരുന്നു പുള്ളിക്കാരി ഏതോ ഒരു മൈനറിൻ്റെ ഒരു 17 വയസ്സായുള്ള ഒരു കൊച്ചിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് കണ്ടു. പുള്ളിക്കാരൻ ഇതേപോലെ പലതവണയായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടിട്ട് എൻ്റെ ജെനുവിനിറ്റി എത്ര ഉണ്ടെന്നൊന്നും പറയുന്നില്ല. പുള്ളിക്ക് ഈ പറയുന്ന ഈ മൈനറായിട്ടുള്ള ആൾ ഡയറക്റ്റ് പരാതിയായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ സജന ഇതേപോലത്തെ ഒരു ഓഡിയോ വന്നു. സജന എന്നതിനകത്ത് പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്തത്തില്ലെന്ന് പറഞ്ഞതിന് ശേഷം ആ പെങ്കൊച്ചിൻ്റെ ആയിട്ടുള്ള വോയിസ് ക്ലിപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വിത്ത് പേരോടെയാണ് സജന എല്ലാം അപ്ലോഡ് ചെയ്തത്. അത് സജിനയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ കൊച്ചു ശരിക്കും ഇപ്പോൾ നടന്ന കാര്യമാണെങ്കിൽ സജിനയുടെ ഒരു ആവശ്യത്തിന് ആ പുള്ളിക്കാരിയുടെ ഐഡൻറ്റിറ്റി ഒരുമാതിരി ഡിസ്ക്ലോസ് ചെയ്ത പോലത്തെ അവസ്ഥയായിപ്പോയി.
എന്നാലും ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കാത്തവർക്ക്, ഇത് പഴയ ഓഡിയോ ആണ്, ആ കേൾക്കാത്തവർക്ക് വേണ്ടി ആ ഓഡിയോ ഒന്ന് ഞാൻ അത് കേൾപ്പിച്ചു തരാം. എത്ര നാളത്തെ 2 മാസം പരിചയമുള്ളായിരുന്നു? അധികമായിട്ടില്ല. ഈ ഒരു ഒറ്റ പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ മോളെ? അതിന് മുന്നേ ചെയ്തിട്ടുണ്ടോ വല്ലതും? ഉപയോഗിച്ചിട്ടുണ്ടോ മോളെ? സത്യം പറയാവുള്ളൂ മോനെ, വേറെ ഒന്നും കള്ളം പറയരുത്. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ മോളെ, ഉപയോഗിച്ചിട്ടുള്ളൂ? പിന്നെ ഞാൻ സത്യമായിട്ട് പറയാം, സോഷ്യലി ആയിട്ട് ഇത് ടീച്ചറെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സേഫ് അല്ലല്ലോ. അപ്പൊ കോണ്ട് യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കണേ? അതില്ല, എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്നാലും മോളെ ഫിസിക്കലി യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. അത് നമുക്ക് ഇപ്പം നമ്മൾ കേസിൽ പോയി കഴിഞ്ഞാൽ അത് ഇനി ഓവറായിട്ട് പോകണമെങ്കിൽ ഇതെന്തായാലും ബോക്സ് ഓഫീസിൽ പോകുമ്പോൾ മോളെ ചെക്ക് ചെയ്യും. മോൾ പക്ഷെ കള്ളം പറയുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. മോള് പറയാനുള്ള സത്യസന്ധമായിട്ട് പറയാം. മോളെ എവിടെ ഞാൻ വീട്ടിൽ എന്റെ കയ്യിലെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളല്ല ഇരിക്കുന്നത്. നിങ്ങൾ എന്തോടാ ഹലോ ഫിറോസിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കയ്യിൽ നിന്ന് എനിക്ക് തെളിവിന് ഇതെല്ലാം എടുത്ത് ഇട്ടേ പറ്റത്തുള്ളൂ. ആരാണെന്ന് എനിക്ക് പറഞ്ഞ് കാണിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. എന്താ മോളെ വീട്ടിൽ വെറുക്കുന്നത് മോളയാളെയാണ്. ഓക്കെ ഓക്കെ, നീ ടെൻഷൻ അടിക്കേണ്ട, ഇത് കൂടെ ഉണ്ട്, വിഷമിക്കണ്ട കേട്ടോ. ഇത്തെ വീട്ടിൽ മേടിക്കണേ മോളൊന്ന്. മോൾക്ക് എവിടെയാ ഉള്ളത്? വീട്ടിലാണ്. ഓക്കെ ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ആരൊക്കെ ഉണ്ട് മോളെ? ആണോ? ഓക്കെ ഓക്കെ, മുസ്ലിമാ? ഓക്കെ ഓക്കെ ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. പേരെന്താ? ഓക്കെ ഓക്കെ, നീ വിഷമിക്കണ്ട കേട്ടോ, ഒന്നും വിഷമിക്കണ്ട. ഇത്തെ കൂടെ ഉണ്ട്, നീ വേറെ ഒന്നും ടെൻഷൻ അടിക്കണം. ഒരിക്കലും എന്റെ കയ്യിൽ നിന്നുള്ള ഒരു ഡീറ്റെയിൽ വേണ്ടി പോകത്തില്ല. ഞാൻ അത് ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ. യെസ്, നല്ല 916 രീതിയിലുള്ള ഒരു ഉറപ്പായിരുന്നു സജന ഫിറോസ് കൊടുത്തത്. അതായത് സജന ഫിറോസ് ഈ ഓഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സജന ഫിറോസ് ആ പുള്ളിക്കാരുടെ പേര് ഉൾപ്പെടെയാണ് അപ്ലോഡ് ചെയ്തത്. അതായത് നമ്മളാണ് ഈ ഓഡിയോയിൽ മറ്റേ ബീപ്പ് സൗണ്ട് കയറ്റിയത്. മറ്റേ സജന ഫിറോസ് അപ്ലോഡ് ചെയ്ത് വ്യക്തമായ പുള്ളിക്കാരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സജന ഫിറോസ് എന്തിനാണ് ഈ ഓഡിയോ അപ്ലോഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിറോസ് ഖാൻ അതായത് പുള്ളിക്കാരുടെ എക്സ് ഹസ്ബൻഡ് ഈ പുള്ളിക്കാരുടെ ഈ അഫെയർ പൊളിച്ചടിക്കുക, റസൂൽ പൂക്കുറ്റി ആയിട്ടുള്ള അഫെയറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായി പുള്ളിക്കാൻ ഒരു ഓഡിയോ ക്ലിപ്പും ബാക്കിയുള്ള പ്രൂഫും ആയിട്ട് പുള്ളിക്കാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്കാരി ആണ് കള്ളത്തരം പറയുന്നത് മനസ്സിലായി. കുറേ പേർക്ക് മനസ്സിലായി പുള്ളിക്കാരിയാണ് കള്ളത്തരം പറയുന്നത് മനസ്സിലായപ്പോഴത്തേക്കും ഫിറോസ് ഖാനെ അതായത് എന്ത് ചെയ്യാൻ പറ്റും, അത് പെട്ടെന്ന് ഇതൊന്ന് ഉൾട്ടടിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ഫിറോസ് ഖാൻ്റെ പഴയ ഏതോ കേസ് പൊക്കിക്കൊണ്ട് വന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ജെന്യൂൻ ആണോ അല്ലയോ എന്ന് പോലും അറിയത്തില്ല. ഇതേപോലത്തെ ഒരു പെൺകുട്ടി ഇതേപോലെ പരാതിയായിട്ട് വന്നിട്ടില്ല. സജന ഫിറോസ് ഇതേപോലെ പരാതി കൊടുത്തിട്ടുണ്ട്, ഇതേപോലത്തെ കുറേ കാര്യങ്ങൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫിറോസ് ഖാന് നേരെ പെട്ടെന്ന് ഒരു ആയുധം പോലെ ഒരു സാധനം കൊടുത്ത പോലെ എനിക്ക് തോന്നി ഇത് കണ്ടപ്പോഴത്തേക്കും. എന്തായാലും ദിയാസനയുടെ വേറൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഷഫീന ബീവി എന്ന് പറയുന്ന കാട്ടുവാണത്തെ പറ്റിയിട്ട് പറയാം. റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി സജനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും വിഷയം മറച്ചു വെച്ചുകൊണ്ട് ദിയാസനയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് സമൂഹത്തിന്റെ മുമ്പിൽ തള്ളി അവർക്ക് അതിനൊരു ചർച്ചയാക്കാൻ പാകത്തിനൊരു സംഭവം ഇട്ടുകൊടുത്ത് എന്തോ കാണിക്കുന്ന മട്ടിൽ ഭയങ്കരമായ ആട്ടങ്ങൾ ആടുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ലൈഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ജേണിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിലും ആളുകളുടെ ഇടയിലും എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും എൻ്റെ കുടുംബക്കാരുടെ ഇടയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മായും എൻ്റെ മകനും എൻ്റെ അനിയത്തിയും അവളുടെ ഫാമിലിയും മാത്രമുള്ളതാണ്. അതിലപ്പുറം എനിക്കൊരു ബന്ധങ്ങളോ ഒരു തരം യെസ്, ഈ ഷെഫീന ബീവി ഈ പുള്ളിക്കാരിയെ കുറിച്ച് നല്ല രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ ഷെഫീന ബീവിയുടെ നോർമലി പുള്ളിക്കാരിക്ക് നല്ലൊരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്, ഷെഫീന ബീവി എന്ന് പറഞ്ഞ യൂട്യൂബർ. പക്ഷേ എനിക്ക് പേഴ്സണലി പുള്ളിക്കാരിയുടെ ഈ ചാനൽസോ മറ്റേ ഈ പുള്ളിക്കാരുടെ വീഡിയോസോ ഒന്നും പേഴ്സണലി ഇഷ്ടമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി മെയിൻ ഒരു ഇരയുണ്ട്, അതായത് രേണുസുതി. അതായത് ഭയങ്കരമായിട്ട് ഒരാളുടെ ലൈഫിൽ നമുക്ക് ഒരാളെ കുറിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ ഇതേപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതായത് രേണുസുതിയുടെ ഒക്കെ കേസ് വരുമ്പോൾ പുള്ളിക്കാരി ഭയങ്കര പരിധി വിട്ട്, അതായത് ഒരു ലൈഫിൽ അവർ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങി ഓക്കെ സമ്മതിച്ചു എന്ന് വെച്ചിട്ട് ഒരു പരിധി വിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു വ്യക്തിഹത്യ പോലെ ആയിപ്പോവും. അതേപോലെയാണ് പുള്ളിക്കാരുടെ മിക്ക വീഡിയോസും ഇത് ചെയ്യുന്നത്. ഞാൻ കുറ്റമായിട്ട് പറഞ്ഞ, പക്ഷേ എനിക്ക് പേഴ്സണലി പുള്ളിക്കാരുടെ വീഡിയോസ് ഇഷ്ടമല്ല. റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഷഫീന ബീവി നടത്തുന്ന നാടകത്തിൽ ഈ പറഞ്ഞ എൻ്റെ ഭർത്താവായിരുന്ന ആളുകളുടെ ഫാമിലിയും കാശ് വാങ്ങിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ എന്നെ പുറകെ നടന്ന് വേട്ടയാടുന്നത് ഈ ഷഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീയാണ്. ഇവൾ ഏത് കാട്ടുവാണമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ഷഫീന ബീവി, ഞാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്നു. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ലൈഫിൽ ത്രട്ടണിങ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തിട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് നീ എന്നെ വിളിപ്പിക്ക്. അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും എനിക്ക് നിന്നെ കാണാൻ പറ്റുമല്ലോ. ഞാൻ നിന്നെ ഒരുപാട് തപ്പി. നിന്നെപ്പോലത്തെ ഒരു സ്ത്രീയെ ഞാൻ വല്ലതും ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ ഒരുപാട് സ്ത്രീകൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ.
ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് വരെ ഉണ്ട്, നീ ആക്രമിക്കപ്പെട്ട സ്ത്രീകൾ എല്ലാവരും ചേർന്നിട്ടുള്ളത്. നിന്നെപ്പോലൊരു കാട്ടുവാണം, നിന്റെ ഫുൾ ഡീറ്റെയിൽ എവറി ഡേ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഓക്കെ, നീ എൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് എനിക്കിതാണ്ട ആ ടീമുകൾ ബേസിക്കലി ഷെഫീന ബീവിനെ കുറിച്ചാട്ടോ ഈ പറയുന്നത്. ഈ കാട്ടുമുറി എനിക്ക് നിന്നെ ഒന്ന് കാണണം. നിന്നെ എനിക്ക് മാത്രമല്ല, നീ ഞാൻ പറയുന്നിടത്ത് വരികയോ നീ ഉള്ളിടത്തേക്ക് എന്നെ വിളിക്കുകയോ ചെയ്യടി, ഞാൻ വരാം. അവൾക്കുള്ള ഒരു വീഡിയോ ആണിത്. കാരണം കുറേ അധികം ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തുകൊണ്ടാ ചേച്ചി പ്രതികരിക്കാത്ത, അത്രമാത്രം വൃത്തികേടാ പറയുന്നെന്നുള്ളത്. സജിനയും റസൽ പൂക്കുട്ടിയും അവളെ ഇറക്കി കളിക്കുന്ന കളിയിൽ ആദ്യം ഞാൻ അവളെ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ പതിയെ 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 ബാക്കി വരാം. പിന്നെ റസൽ പൂക്കുട്ടിയും സജിനയുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റോറികളായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ശരി. ശരിക്കും പറഞ്ഞാൽ മീഡിയേറ്ററായിട്ട് നിന്ന് ഇപ്പോൾ അവസാനം വില്ലത്തിയായി മാറിയിരിക്കുകയാണ് പുള്ളിക്കാരി. ശരിക്കും പറഞ്ഞാൽ ഞാൻ പുള്ളിക്കാരനെ ഈ സജന ഫിറോസ് നേരത്തെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതായത് തൂങ്ങിച്ചാവാനായിട്ട് പുള്ളിക്കാരി ഫാനിൽ ഇതേപോലെ ക്ലോത്ത് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കെട്ടി തൂങ്ങിച്ചാവുന്ന പോലത്തെ ഫോട്ടോ റസൽ പൂക്കുറ്റി അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് അയച്ചു കൊടുത്തിട്ട് പുള്ളിക്കാരി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ തലയിലാവുന്ന പേടിച്ചാണ് പുള്ളിക്കാരി ഇതേപോലെ സംസാരിക്കുന്ന ബേസിൽ പുള്ളിക്കാരി വിട്ടത്. അത് സംസാരിച്ച് ഇപ്പോൾ ഈ പരിവായി. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.